ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി.
ദേവീം സരസ്വതീം വ്യാസം പൂജയതീരേ നഷ്ടപ്രായേഷു ഭദ്രേഷു ദ്രവ്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകൈ കൃഷ്ണായ വാസുദേവായ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ നമോ പങ്കജനാഭായ പങ്കജനായിനേ നമോ പങ്കജനേത്രായ ഹസ്തേ പങ്കജാംബേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോവേശ ഗോപികാകാന്ത നമസ്തുതേ തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി കൃഷ്ണഭാനുസുതേ നമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേഷ കൃപാസുദേവ പരിതാനാം പാവനേ अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे कृष्णा कृष्णा हरे 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 राम हरे राम हरे राम 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 हरे 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 कृष्णा അന്താരാഷ്ട്ര കൃഷ്ണോത്സവ സമിതി സ്ഥാപന ആചാര്യ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുമാർക്കും അതിൻ്റെ ദീക്ഷാഗുരുവായ ജയപ്രതാപ സ്വാമി മഹാരാജനും അതിൻ്റെ ശിഷ്യന്മാരായ രാജീവനും അനുത്തമ കൃഷ്ണ ചന്ദ്രദാസനും സുസ്മിത രാധാറാണി ദേവിദാസിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉൾക്കൊണ്ടാണ് സന്തോഷം മുന്നിൽ ശിരസായി നിൽക്കുന്നു. ഹരേ കൃഷ്ണ. ഏകദേശം ഒരു 7 വർഷം മുമ്പാണ് സ്കൂളിൽ വെച്ച് ഞാൻ കേട്ടത്. അതൊരു ജോലി സംബന്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനു മുമ്പ് എനിക്കിങ്ങനെ ആധികാരികമായിട്ട് പറയണമെങ്കിൽ ഞാനൊരു നാടൻ ഭാഷയിൽ പറയാം. എല്ലാവരും ക്ഷണിക്കട്ടോ. ഞാൻ എൻ്റെ ജോലി ശരി ജോലി സംബന്ധമായിട്ട് ഞാൻ ആദ്യം ഭഗവാനെ സേവിക്കും. എനിക്ക് അതുകൊണ്ട് ഭഗവാനെ ഒന്നും പറയാൻ പോകുന്നത് എനിക്കറിയില്ല. എന്തായാലും പറയാം. എനിക്ക് എൻ്റെ ജോലി ഈ മാംസങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഫ്രൈ ചെയ്ത് ഹോട്ടലിലേക്ക് കൊടുക്കുന്ന ജോലിയായിരുന്നു. മെയിനായിട്ട് ഈ കാളഫ്രൈ സ്പ്രിംഗ് ചിക്കൻ ഇതൊക്കെ ഫ്രൈലാക്കി ഇങ്ങനെ ഷോപ്പുകളിലേക്ക് ബേക്കറികളിലേക്ക് ഹോട്ടലിലേക്കൊക്കെ കൊടുക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ അത് ഭക്തിയെക്കുറിച്ചൊന്നും ഒരു പിടിപാടില്ല. എന്നാൽ പോലും ഞാൻ ഈ കാളഫ്രൈ ആദ്യം ഞാൻ കുടിക്കുന്നില്ല. ഒരു കാളഫ്രൈ ഉണ്ടാക്കിയത്
ഭഗവാനെ വെച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഭഗവാനെ മുന്നിൽ വെച്ച് തുളസിക്ക് അന്ന് ഭൗതികമായ ചിന്തയില്ല. അതായത് ഭഗവാൻ നല്ല ഓടുണ്ടാവുന്നല്ല ഓടുണ്ടാവുന്നതായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഭക്തന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവരായിരിക്കും. പക്ഷെ അത് അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ അത് തെറ്റല്ല. അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ അത് തെറ്റായിരിക്കും നോക്കുന്നത്. കാരണം എനിക്കറിയില്ലേ, ഞാൻ മാത്രമല്ല അത് തെറ്റ് ശരി മനസ്സിലാക്കാൻ സാധിക്കുമോ. അപ്പോൾ അതെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഭഗവാനെ വിളിച്ച് ഭഗവാനെ എനിക്ക് നല്ല ഓർമ്മ ശരി നല്ല ഓർമ്മ ഭഗവാൻ എന്തത് ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മ തന്നത്. അങ്ങനെ ഒരു നെട്ടോട്ടായിരുന്നു ശരിക്കും. എൻ്റെ മക്കൾ വരെ എനിക്ക് നോക്കാൻ സമയപ്പെടുന്നില്ല. പക്ഷെ ആരോഗ്യ ഈ ഒരു പരിവർത്തനം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ദിവസം എനിക്ക് അവർക്ക് ഇൻഫർമേഷൻ ലൈസൻസ് കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ പോലീസ് രാമപുരത്ത് പോലീസ് അവിടെ കൊടുക്കരുത്. അവിടെ കൊടുത്തിട്ട് വരുന്ന സമയത്താണ് ഈ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത് നിഷേധിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം സ്വർണ്ണപ്പള്ളിക്ക് പോയിരുന്ന പുത്തൂരിൽ സോജൻ എന്ന് പറഞ്ഞ ചേട്ടൻ അനുഭവിച്ചു. അവിടെ മാനേജറാണ്. അങ്ങനെ വിളിച്ചു, ചേട്ടൻ എവിടെയാണ്? ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാം, എത്ര കിടന്ന് ഇവിടുന്നാണ് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നു. അവിടെ വന്നപ്പോ ഒരു 4 പേര് അവിടെ ജോലി ചെയ്യുന്നത് വലിയൊരു പണിശരിയാണ്. അപ്പൊ പണിശാല സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 പേര് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ മാനേജർ എനിക്ക് ചോദിക്കുക, എനിക്ക് ലൈസൻസും കിട്ടിയില്ല, നീ ചോദിക്കുക സൈഡിൽ കൂടെ നീ അത് കൊടുത്തോ, ബാക്കിയുള്ള സമയം നമുക്ക് ജോലി ചെയ്യണം. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും, വേറെ മാറിയില്ല. അതാണ് ഭഗവാൻ മാറ്റാണ് ചെയ്യുന്നത്. നമുക്കറിയില്ല, നമുക്ക് ആ സമയത്ത് ടെൻഷനായിരിക്കും എന്ത് ചെയ്യുന്നത് നോക്കാം. പക്ഷെ ഭഗവാൻ നമ്മൾ അതിൽ നിന്ന് മാറ്റാണ് ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോൾ അപ്പൊ നമുക്ക് 4 പേരോട് ജോലി ചെയ്യണം. നോക്കിയപ്പോൾ ഒരാളെ ചോദിച്ചു, എന്താ പേര് ചോദിച്ചത്? പേര് പരമേശ്വരൻ. ആ ശരി, ഓക്കെ. ഞാൻ പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു അവർ ടൂറിസം ശരിയാക്കണം ശരി. അപ്പോൾ ഒരു കഴിവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 10 പേര് കാലപ്പഴേക്ക് കൊണ്ടുപോകും. 10 പേര് കാലപ്പഴേക്ക് കൊണ്ടുപോകും. ശരി. അപ്പോൾ കാലത്ത് ഞാൻ അവർ വരുമ്പോൾ ബാങ്കിലേക്ക് കൊടുത്ത് അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് വന്നു. അപ്പോൾ ആദ്യം മാനേജറും അതൊക്കെ കൊടുത്തു. 5 എണ്ണം ബാക്കിയില്ല. അപ്പോൾ അവിടെ പണികളും ഒരു പേര് കൊടുത്തു. അപ്പം അന്ന് ആ പേര് ചോദിച്ചില്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുത്തത്. അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ കൂടുതലായിട്ട് വളരെ സ്നേഹപ്രദമായിട്ട് അങ്ങനത്തെയോ എനിക്ക് ഇങ്ങനെ പാക്കായിട്ടുള്ള നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടോ ഇങ്ങനെയായിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു, ചേട്ടൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കില്ല. അതെന്താ ചോദിച്ചത്? അപ്പം ഞാൻ ഇസ്കോന്ന് പോകുന്നതാണ്. ഇസ്കോന്നാണ് സംഭവം. ഞാൻ ദീക്ഷയുള്ളതാണ്. ദീക്ഷ അതെ, അത് കേൾക്കാനാണ്. അപ്പൊ അതൊക്കെ അവിടെയാണ് ഞാൻ ആദ്യമായി ഒരു ഭക്തന്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം, ഞാൻ ഈ കാലത്തെ കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങിക്കാതിരിക്കില്ല. അദ്ദേഹം വാങ്ങിച്ചത് അദ്ദേഹം അതിൻ്റെ നമ്മളോട് എന്താ പറയുക, നമ്മളോട് ഇരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാല്യൂ കളിച്ചോ ഞാൻ കഴിക്കില്ല. അതാണ് ഒരു ഭക്തന്റെ ആദ്യമായി ഞാൻ കണ്ട ആ ഭക്തന്റെ ക്വാളിറ്റി. അദ്ദേഹം അപ്പം അങ്ങനെ ശരി, ഓക്കെ, ബാക്കിയുള്ള കൊടുത്തു. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് പറഞ്ഞു. എന്തിന് നമ്മളിവിടെ ജീവിച്ച് എങ്ങനെ മരിക്കണം, അതാണ് നമ്മുടെ ഒരു യാത്ര. ജീവിച്ച് എങ്ങനെ മരിക്കാം, എങ്ങനെ മരിക്കാം, അത് എങ്ങനെ മരിക്കണം എന്നുള്ളത് അദ്ദേഹം സത്യത്തിൽ പോയത്. സത്യത്തിൽ എൻ്റെ ഒരു ടെൻഷൻ ശരിക്കും
അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അദ്ദേഹം വന്നിരുന്നു. അപ്പൊ എൻ്റെ കയ്യിൽ കാലത്തയുണ്ട്. അത് നാളെ എൻ്റെ സഹോദരന്റെ ശീലം ഇത്ര വലിപ്പത്തിലുള്ള ചുമന്ന ചെമ്പരിയുടെ അത് വാഴയിൽ പൊളിച്ച് നല്ല പോലെ ഇത് അപ്പൊ ആളുകൾ കുലുക്കലേ ആള് തൊട്ടടുത്തിരിക്കില്ല. അദ്ദേഹം അല്ലാതെ ഞാനൊരു ഭക്തനാണ്, ഇതൊന്നും അഞ്ചെടുത്ത് വരാൻ പാടില്ല അങ്ങനെ വളരെ ക്ലോസായിട്ട് അവിടെ കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പുളിശ്ശേരി പിന്നെ പാവക്ക തുറച്ചെടുക്കും. അതെനിക്ക് തന്നിരിക്കും ഭയങ്കര ടേസ്റ്റ്. അത് ഈ കാലത്തിലേക്ക് കൂടെ പോകോട് ഭക്തന്റെ കോവിഡ് നമ്മൾ കണ്ടുവരുന്ന ഭക്തന്മാരുടെ കോവിഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ രീതിയിലാണ്. കാരണം നമ്മൾ സാധാരണ ബ്രാഹ്മണസൊക്കെ ചാ പഠിക്കലില്ല, അവിടെ തൊഴിലില്ല, പഠിക്കലില്ല. പക്ഷെ ശരിയായ ഭക്തന്റെ ആ കോവിഡിനാണ് നമ്മളെ അത് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞു ഒരു 3 മണിയപ്പോ ഭയങ്കരമായത് ഈ ജോലി ചെയ്യുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വിജയ് കഴിച്ചു 6 മണിയപ്പോ ഞാൻ പണി സ്ഥലത്ത് വായിച്ചിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഓടിക്ക് പറ്റില്ല, ഇന്ന് ഞാൻ 4 മണിക്കൂർ പറ്റില്ല പോകാം. പക്ഷെ അപ്പൊ അവിടെ ടോക്ക് പണി തുടങ്ങിയത് എനിക്ക് മനസ്സിലായില്ലേ, എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ അതിലേക്ക് പോയി. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ വായിക്കുന്നുണ്ടാവും, തീരെ സംഭവിക്കില്ല. പിറ്റേ ദിവസം ഞാനൊരു 8 വന്നു, ജോലിക്ക് വന്നു. അപ്പൊ അത് എങ്ങനെയുണ്ട് ചോദിച്ചില്ല. അവർ കാണിച്ചു ആ നോമിനൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആ നോമിനൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു നേരം എനിക്ക് നോമിനൽ അത് നഷ്ടം കഴിക്കാത്ത ആളുകൾ ആ ദിവസം സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്തു. സ്പോട്ടിൽ ഞാൻ വെജിറ്റേറിയൻ സ്കോളർ അറിയില്ല, ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഈ വരുന്ന ഞായറാഴ്ച അയ്യോല്ല തൃശ്ശൂർ രാമദാസ് തിയേറ്റർ തൊട്ടടുത്ത് ഒരു സ്ഥലത്തുണ്ട്, ഒന്ന് നോക്കണം. ശരി അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു 10 എത്തിയപ്പോ ഘനകാവ്യമായ ശബ്ദം എന്താണ് പറഞ്ഞത്? കാര്യം വെച്ച ശക്തി ഘനകാവ്യമായ ശബ്ദത്തിൽ നമ്മുടെ അനുഭവ കൃഷ്ണൻ ചന്ദ്രശേഖർ ക്ലാസ്സിലാണ്. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഈ 2ാം പോയിട്ടില്ലേ കണ്ടുപോയതിനു ശേഷം ഏതൊരു അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുക്കളെന്ന് പറയുന്നത് ആരാണ് ഇതെന്താ സംഭവം മനസ്സിലായില്ല. പിന്നെ ഉച്ചയ്ക്ക് ആ പ്രസാദം കഴിക്കാം. എന്തോ പ്രസാദത്തിനെ പറയുന്നത് ഉപ്പില്ല ഇളകിയിട്ടൊക്കെ തോന്നുന്നത് അത് മനസ്സിലാക്കി തുടങ്ങാം. അത് പിന്നീടായിട്ട് ഓർക്കുന്നത്. കാരണം നമ്മൾ ആ ഭൗതിക ജീവിതത്തിൽ എന്തിന് പോരായ്മ മാത്രമുള്ളതാണല്ലോ. നല്ല വശം കണ്ടുകൊണ്ടിലൂടെ വന്നതാണ്. അപ്പോ നല്ലൊരു രീതിയിലുള്ള പെരുമാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. സ്വർണ്ണപ്പുരി മാത്രമായിട്ട് അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലേ പോയി. എന്തിനാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എന്ത് കാരണം കൊണ്ടാന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ട് പോയിട്ടില്ലേ. അത് ഭഗവാന്റെ നിശ്ചയം. ഗുരു നമ്മുടെ ആദ്യത്തെ ശബ്ദം പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. സാധാരണ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാറില്ല കാര്യം. പക്ഷെ അതെന്തിന് സ്റ്റോപ്പ് ചെയ്തതെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. അത് ഭഗവാന്റെ നിശ്ചയമായിരുന്നത്. അങ്ങനെ അങ്ങനൊരു സത്സംഗത്തിൽ വന്നപ്പോൾ ആർക്കും കൂടി ഇഷ്ടമായത് ഹരേ കൃഷ്ണ പ്രഭുക്കളുടെ വാക്ക്. അതെനിക്ക് ഇഷ്ടമായി. അങ്ങനെ കന്നഡ പ്രഭുക്കൾ ഞാനൊരു സാധാരണക്കാരൻ്റെ അവസരം പറയണോ അങ്ങനെ പ്രഭുക്കളെ പോയി കുഴപ്പമില്ലോ ഇത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വീട്ടിൽ
നല്ലൊരു അന്തരീക്ഷയിൽ നമുക്ക് അടുത്തച്ച് പോലെ പക്ഷെ എനിക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് പോവാം ശീലിച്ച് പോയിട്ട് ശീലനെ കൂട്ടി കൊണ്ടുവന്നത് ശീലനെ കൂട്ടി കൊണ്ടുപോകുന്നത് നന്നായിരുന്നു മൺകുത്തിയിൽ ദിവസം വന്ന് അവിടെ പോയി പിന്നെ അത് ഒരു ദിവസം മുടക്കില്ലാതെ വന്നു അതായിരുന്നു കോമായിട്ടുള്ള ആദ്യത്തെ മൺകുത്തിയിലെ അങ്ങനെ അതൊരു വലിയൊരു നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി നമ്മുടെ ജീവിതത്തിൽ വന്നിടണം അപ്പോൾ ആദ്യം തന്നെ അതിനെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഞാനൊരിക്കലും വീട്ടിലൊക്കെ എല്ലാവരും ആലോചിച്ച് കഴിക്കും ഞാനൊരിക്കലും വീട്ടിലോ ഭാര്യയോടോ നോൺ വെജ് കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല നോൺ വെജ് കഴിക്കണ്ടെന്ന് അവർക്ക് പറഞ്ഞില്ല അവർ സ്വയം നിർത്തല്ല അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഗുരുക്കന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ സമയമായപ്പോൾ ശീലനിർത്തി ചേട്ടൻ നിർത്തി മക്കള് പിന്നെ അതേപോലെ തന്നെ ചേച്ചി ചേച്ചിയുടെ ഫാമിലി ചേച്ചിയുടെ ബന്ധുക്കാർ ചേച്ചിയുടെ നാലുപേര് ചേച്ചിയുടെ അളിയുടെ ഭാര്യ അങ്ങനെ ഒരു നീണ്ട നേരം പോലും നമുക്ക് നമ്മുടെ ഭക്തി സേവനത്തിൻ്റെ ഭാഗമായി സത്സംഗത്തിലേക്ക് നാമജപിക്കാനും ഭഗവാന്റെ കാര്യങ്ങൾക്കും ഒക്കെ നാമജപം അതിന് കൂടുതൽ നമ്മുടെ ജീവിതം പുതിയ ബന്ധപ്പെടുത്താൻ സാധിച്ചു അതൊരു വലിയൊരു മാറ്റം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു സാമ്പത്തികമായിട്ട് സ്വാഭാവികം പോകുന്നതായി എനിക്കും പറയാൻ പോകുന്നതാണ് സാമ്പത്തികമായ പ്രശ്നമായി നമ്മൾ ഭക്തന്മാർക്ക് വേണ്ടി സഹായിച്ചാൽ ഭക്തന്മാർക്ക് വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക താല്പര്യം അതെന്തൊരു ജീവിതത്തിൽ വലിയ ഭാഗമായി എത്രത്തോളം ഭക്തന്മാർക്ക് വേണ്ടി നമ്മൾ ത്യജിക്കണം അങ്ങനത്തെ വ്യക്തിപരമായി ചോദിക്കുകയാണ് ഭഗവാന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുക സത്യം പറയാൻ ചെയ്തിട്ടുണ്ട് കാരണം ഭഗവാന് വേണ്ടി ശ്ലോകങ്ങൾ ചെല്ലാനില്ല ഭഗവാന് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നിട്ടില്ല ആഗ്രഹമുണ്ട് ഹരിനാമജപം മാത്രമാണ് പിന്നെ അപ്പോൾ ഞാൻ ചെയ്തത് അന്വേഷിക്കാർക്ക് വേണ്ടിയാണ് അവർ പറഞ്ഞപ്പോൾ ഞാൻ പ്രഭുവൊക്കെ പോലെ അവർ പറഞ്ഞു കൃത്യമായിട്ടനുസരിച്ച് അവർക്ക് വേണ്ടി സാധനം ചെയ്യാം അപ്പോൾ ഗുണം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഭഗവാന് വേണ്ടി നമ്മൾ നേരിട്ട് ചെയ്തില്ല ഭഗവാൻ നമുക്ക് നോക്കും നിന്റെ ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് ഭഗവാന്റെ ക്വാളിറ്റി നോക്കുകയാണ് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കും അവിടെ ക്വാളിറ്റി എല്ലാം വേദനിക്കുന്നത് ഞാൻ അനുഭവിച്ച കാര്യമല്ല പറയുന്നത് എനിക്കൊരു വലിയ പ്രാധാന്യമില്ല ഞാൻ അനുഭവിച്ച കാര്യമാണ് ഭഗവാന് വേണ്ടി നമ്മളൊന്ന് ചെയ്യുന്നത് നമ്മൾ ശിഷ്യൻ അപ്പോൾ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് കൃത്യമായിട്ട് അവിടെ അപ്പം അങ്ങനെ ഞാൻ സ്വർണ്ണപ്പണി ചെയ്യുന്ന സമയത്ത് അപ്പം അങ്ങനെ സത്സംഗം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജീവിതത്തിനൊക്കെ വീണ്ടും ചെയ്യും വേറെ പ്രശ്നമൊന്നുമില്ല പ്രശ്നമായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ദിവസം ഒരു 11 മണി വിളിച്ചില്ല പക്ഷേ എത്രയും കണക്ക് എഴുതാൻ എന്നെ വേണോ അമ്മക്ക് തീരെ ഇല്ല ഓ ചേട്ടനാക്കി ചേട്ടൻ പുറത്ത് ജോലി ചെയ്യുന്നത് 5 പൈസയില്ല അപ്പോൾ ഞാൻ അവർക്ക് മുമ്പ് വളമാകുമ്പോൾ അമ്മയ്ക്ക് ഇതിൻ്റെ എന്താ കാര്യം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് പൈസ എടുക്കുന്നു നോക്കുമ്പോൾ 80,000 അത് ആളുകളെ പിന്നെ കുറച്ച് പൈസ എടുത്ത് അതൊന്നും ഞാൻ പോയില്ല ഇവിടെ എനിക്ക് ചെയ്യുന്നത് അവരെ നോക്കുമ്പോൾ അമ്മയ്ക്ക് സഹായിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും മെഡിസിൻ വേണം ഒരു മാസം കിട്ടുന്നു അങ്ങനെ വീട്ടിലാണ് പോകുമ്പോൾ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ 8,200 രൂപ ചാർജ് അവർക്ക് ബാക്കി 300 രൂപ കഴിഞ്ഞ ഡോക്ടേഴ്സ് കഴിഞ്ഞു വന്നു അപ്പം അങ്ങനെ പുറത്തുനിന്ന് സമാനമായിട്ട് വന്നു അത് ചോദിച്ചു വന്നു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ക്ഷീണിച്ചു ചോദിച്ചാൽ വേഗമാണ് ടെൻഷൻ എന്താ
അല്ല അച്ഛന് തീരെയില്ല. അച്ഛനെ ഹോസ്പിറ്റലിൽ ആകർഷിക്കാതെ പോലെ ഭക്ഷണം കഴിക്കാൻ പെട്ടെന്നല്ല. അപ്പോൾ എന്താ പറയുക, അതിനെ പരപ്പായിട്ട് പോലെ എന്ത് ചെയ്യുന്നത് ഇതല്ലേ. അപ്പോൾ നമ്മൾ ചേട്ടനോട് ഇല്ല എല്ലാവരും അച്ഛനെ കൊണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നിട്ട് അച്ഛൻ ഡോക്ടർ പറഞ്ഞു ഈ കാര്യം വീട്ടിൽ കൊണ്ടുപോകണം, ശരിയായി പോകണം. ശരിക്കത്തെ ഡോക്ടർമാർ കഴിയുന്ന പോലെ നമ്മൾ കാണുമ്പോൾ ശരിയെ നേഴ്സും കൂടെയാണ്. എനിക്കറിയാം പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷേ മാനസികമായിട്ട് ടയറെടുത്ത് പോകുന്നു. അപ്പോൾ പറഞ്ഞു ജപം നോക്കെടുത്തിട്ടാണ് പല പ്രതിസന്ധിയിലോ ജപം വളരെയുള്ളൂ. അപ്പോൾ ജപം നമ്മൾ ആ ഗുരുക്കന്മാർ പറയുന്ന ആ ജപം നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം അത് ഞായറാഴ്ച അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല ഈ തറവാട്ടമാണ് അത് ശാസ്ത്രമാണ് എന്ന് അവർ തോന്നിട്ട് അവിടെ ആ ചന്ദ്രൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശരി, അപ്പോൾ കാര്യം നേരത്തെ പോയി സ്ഥലത്തേക്ക് പുറത്ത് അപ്പോൾ പോയി അച്ഛനാ കിടന്ന് കിടക്കുന്നു എന്താണെന്നൊരു കിടല്ലേ നമ്മളെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ അവിടെ പൂജാരികൾ പറഞ്ഞു അച്ഛൻ തീരുവയ്യ അതെ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകും അച്ഛൻ്റെ തൊടിയിക്കുന്നു പ്രായപാടൊക്കെ തൊടിയിക്കുന്നു പറഞ്ഞു. ശരി, അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്. അച്ഛൻ ഇരുന്ന് കഞ്ഞിരുന്നു. ഞാൻ എന്താണ് സംഭവിക്കുന്നത് പ്രതിനിധി ഇതെന്താണ് നടക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ അവിടെ പോകുന്നത് കഞ്ഞു പോയാൽ ശരി എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ സത്സംഗത്തിൽ വന്നു. അപ്പോഴും തുടർന്ന് ചെറുപ്പം നോക്കുന്നത് കാരണം പ്രഭു സത്സംഗത്തിൽ ഒക്കെ മോണിറ്റർ സ്റ്റോപ്പ് ചെയ്ത് മായ പിടികൂടാൻ ചാൻസ് ഉണ്ട്. മായ നമ്മളെ പിടികൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജപം നമ്മൾ പിടിക്കും. കുറച്ച് കഴിഞ്ഞാൽ മാർക്ക് പോകുന്നു. അപ്പോൾ ആരും ധൈര്യം ഇപ്പോൾ മാതാവിൻ്റെ ക്ലാസ് പ്രഭുയുടെ ക്ലാസ് എല്ലാം നല്ല സ്നേഹത്തോളം പെരുമാറുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞായറാഴ്ച സത്സംഗത്തിൽ വരുന്നു. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ക്ഷീണം. അത് ദൈവമായി ഒരുമിച്ച് ചോദിച്ചു എന്താ ചോദിച്ചു ഒന്നിന് നേരം പറഞ്ഞു വീണ്ടും 2 ദിവസം വീണ്ടും ഞാൻ അവസ്ഥ തരയില്ല. എന്താ പറയുക, നമ്മളെ പരീക്ഷിക്കുന്നതിന് മാക്സിമം പരീക്ഷിക്കും ഭഗവാൻ. ഞാൻ എന്താ ചെയ്യാം നോക്കുമ്പോൾ ക്ഷീണം മാത്രം വീണ്ടും ഓരോ കണക്കിന് കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സ് ഇതിന് വേറെ മരുന്നുണ്ടില്ലേ 2 മാസത്തെ ബെഡ് റെസ്റ്റ് ഭാര്യൻ്റെ അടുത്ത് പോയി ഭാര്യൻ്റെ പൊടി വീട്ടിലെ ഫുഡുണ്ടാകാം അതൊന്നും പ്രശ്നമില്ല. പ്രശ്നം 2 മാസം നമ്മുടെ മനസ്സുണ്ടല്ലോ, നമ്മുടെ ഒരു മനസ്സ് പോലെ സംഭവം. അപ്പോൾ അത് എത്രത്തോളം ഇപ്പോഴും നമുക്ക് അത് ഭഗവാൻ നമുക്ക് ശക്തി തരണം ചെയ്തത്. ഏത് സാഹചര്യത്തിൽ നമുക്ക് തകരാൻ ബാധിക്കാറുണ്ട്. ആ ഒരു പരീക്ഷണം നമ്മൾ അതിലൂടെ കടന്നുപോയി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ ശിക്ഷാഗുരുക്കന്മാർ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. അത് ഭഗവാനെ നമ്മൾ സേവിക്കേണ്ട, നമ്മൾ ആരും സേവിക്കേണ്ട, നമ്മുടെ ശിക്ഷാഗുരുക്കന്മാരെ മാത്രം സേവിച്ചാൽ മതി. ഇത് എൻ്റെ അനുഭവമാണ്. അതാണ് ഞാൻ നമ്മളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് മാത്രമേ അനുസരിച്ചുള്ളൂ. ഇന്ത്യ ഈ നിമിഷം വരെ അപ്പോൾ ഒരു ജപം കൊടുക്കരുത്. അങ്ങനെ അങ്ങനെ ഒരു 2 മാസം റെസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തോ കടത്തിൻ്റെ മുകളിൽ കാണാം. ഇതെങ്ങനെ നമുക്ക് ഒരു പരിഹാരമുണ്ട് ഡെയിലി നാട്ടുകൾ അതൊരു ഡിസോർഡർ അങ്ങനെ പറയാൻ ഒരു നെഗറ്റീവ് എനർജി. ഇതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റുന്നതെന്ന് ആലോചിച്ചു. ഞാൻ എപ്പോഴും എടുക്കും ജപം അങ്ങനെ കേൾക്കും. അപ്പോൾ ക്ഷീണൊക്കെ പറയും ഫോണിൽ ഒന്ന് പറഞ്ഞു എനിക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ എടുക്കുന്ന മനസ്സിലുള്ള തോട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ സ്വർണ്ണത്തിലേക്ക് പോയതിനു ശേഷം എനിക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, സാമ്പത്തികമായിട്ട് സന്തോഷം
പ്ലാനിലൊക്കെ അതിൽ നിന്ന് ഓവർകം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ അച്ഛമ്മ ഉണ്ടാക്കിയിരുന്ന അച്ഛമ്മ ഉണ്ടാക്കിയിരുന്ന കാര്യം എനിക്ക് ബിസിനസ് ആക്കി പോകാം എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ നമ്മൾ അച്ഛമ്മ ഉണ്ടാക്കിയിരുന്ന ഒരുക്ക് പൊളിച്ചാണ് ഈ ഒരുക്ക് പൊളിച്ചതിൽ ഹെയർ ഓയിൽ ആക്കിയാൽ. അപ്പം അങ്ങനെ കുറച്ച് തോട്ടുകൾ കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും വൈദ്യുതി ആ വൈദ്യുതി ഞാൻ പങ്കുവച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സംഭവം സൂപ്പറാണ്, പക്ഷെ ചെയ്യാൻ പറ്റില്ല. അപ്പം അതെന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം അല്ല, കമ്പ്യൂട്ടർ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ പറ്റുന്നത് പ്രാർത്ഥനയിലാണ് നമ്മൾ എന്തും ചെയ്തു പോകുന്നുള്ള അവസ്ഥയാണ് ഞാൻ. അപ്പോഴാണ് അത് വീട്ടിൽ നിന്ന് പരിശ്രമം 110 ഇത്ര ചെറിയ ബോട്ടില് ഇത്ര മാത്രം ബോട്ടില് 500 രൂപ ഞാനത് വാങ്ങില്ല. പക്ഷെ അവിടെയാണ് ആ ഭഗവാന്റെ കടാക്ഷം. ഞാനവിടെ പോയിട്ട് ഞാനവിടെ സമർപ്പണം ചെയ്ത സ്ഥലത്ത് പറഞ്ഞു, അതെ നാളെ തൊട്ട് ഞാൻ മാറ്റില്ല. അതെന്താ ഞാനില്ല ഉൽപ്പന്നം ചെയ്ത് സെയിൽ ചെയ്തില്ല. അപ്പോൾ അത് പറഞ്ഞേ എന്താ വില നമുക്ക് അത് നിനക്കൊന്ന് സീറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കറിയാം നാട്ടിലറിയാം നിനക്ക് വളരെ സീറ്റുണ്ടാ എന്നുണ്ടായിരുന്നു. ഓ ശരി. ആദ്യമായി സെയിൽ ചെയ്യാൻ വേണ്ടി എൻ്റെ ചേച്ചിയുടെ ആദ്യം കൊടുത്തത് 500 വർഷം അവരുടെ മാറ്റി ചെയ്തു. 500 ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ അത് ആദ്യമായിട്ട് ഈ ഒരു ഫോണിൽ ടച്ച് ഫോണില് വാട്സപ്പിൽ ഓൺലൈനിൽ പരസ്യം അപ്പോൾ ടച്ച് ഫോണില് കയ്യിൽ വെട്ടിയിൽ വാങ്ങിയ കാശില്ല. അപ്പോൾ ആ വൈദ്യുതി പോയി ചോദിച്ചു. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യാൻ നീ കാര്യം ചെയ്യും. ഗോകുലം പോലീസിന് കൂടുതൽ 1 ലക്ഷത്തിന് പോകും. വിളിച്ചെടുത്തതിന് 75,000 രൂപ. അതുകൊണ്ട് ആ കൂടി ചേർന്ന് ഇന്ന് തന്നെ ചേർന്ന് കഴിഞ്ഞിട്ട് അത് വിളിച്ചെടുക്കുക. 6 മാസം വിളിച്ചെടുക്കാം. വിളിച്ചെടുത്തിട്ട് എനിക്ക് തരാൻ 50,000 കഴിഞ്ഞാൽ ബാക്കി 27,000 ആ 27,000 ഞാനിപ്പോൾ തരാം. ആ 27,000 ഇപ്പോൾ തരാം. അതുകൊണ്ട് അത് ചെയ്തിട്ട് 6,000 ഫോൺ കുറച്ച് നെറ്റില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് 2,000 രൂപ കയറ്റി ചെയ്തു. ഈ ബിസിനസ് പൈസ വേണ്ട കയ്യില് 500 രൂപയ്ക്ക് മനസ്സിലാക്കി. ഞാൻ തന്നെ ഈ ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ തന്നെ അത് പരസ്യം. ആ പരസ്യം ഒരാഴ്ച കൊണ്ട് എനിക്ക് 6,000 രൂപ ചെയ്യാറുണ്ട്. അപ്പോൾ 6,000 2,000 കൊടുക്കും. ബാക്കി 3,000 വീട്ടിൽ വാങ്ങിച്ചാൽ ബാക്കി 5,000 രൂപ കയ്യിലേക്കാണ് കുട്ടിയുടെ കയ്യിൽ. അങ്ങനെ തുടങ്ങിയ സംഭവം വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അന്ന് കാലത്തെ ഞാൻ നിവേദിച്ച സ്ഥലത്ത് ഇത് ഞാൻ എൻ്റെ ഭഗവാന്റെ ഭക്തിയുടെ പ്രേമമാണ്. അപ്പം അതാണ് പറയുന്നത്. അന്ന് അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ തെറ്റിനെ പറഞ്ഞാൽ ശരിയായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മുടെ ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ട. അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് കഴിയുമ്പോൾ വളരെ ഇഷ്ടമില്ല. ഭഗവാൻ ബുദ്ധിശാലിയാണ്. അപ്പൊ നമ്മൾ ഈ ചെറിയ ബുദ്ധിയോട് നമ്മൾ കാണിച്ചിട്ട് നമ്മളെ തളർത്തും. നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ കണ്ടീഷൻ നോക്കും, നമ്മളെ ക്വാളിറ്റി നോക്കും. ക്വാളിറ്റിക്ക് രീതി കണ്ടു എനിക്ക് രീതിയില്ല. ഞങ്ങളുടെ കാര്യം പറയണോ. അതുകൊണ്ട് ആ ക്വാളിറ്റി ഭഗവാൻ നോക്കും. അപ്പോൾ തീരെ ക്വാളിറ്റി ഇല്ലാത്ത നമ്മളെ ചോദിക്കാൻ ഭഗവാൻ നമ്മളെ ക്വാളിറ്റി രീതിയിലായി. അങ്ങനെ കിസാൻ ദിവാസിന്റെ അവാർഡ് വരെ കിട്ടി. ഞാൻ സ്വപ്നത്തിന് പോലും ചിന്തിച്ചില്ല. ചാനലോ കോൺഗ്രസിന്റെ കിസാൻ ദിവാസിന്റെ അവാർഡ് നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് അത് നൽകാൻ സാധിച്ചു. അതൊക്കെയാണ് ഭക്തിയും നമ്മുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ എനിക്കുണ്ടായിരുന്നത്. നമ്മുടെ ഭക്തി മാർഗം നമ്മുടെ ഫാമിലിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും സാധിച്ചു. നമുക്ക് വലിയ കാര്യങ്ങളായിട്ട് തോന്നി. പിന്നെ സമകാലികമായ പുസ്തകങ്ങൾ നോക്കുമ്പോൾ
ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ മോള് ചേർത്ത് സ്കൂളാണ്. അവൾ ചേർത്ത് സ്കൂളിൽ അവൾ ഞാൻ എന്താണ് ക്ലാസ്സിൽ മുകളിൽ അവൾ എന്താണ് ഞാൻ അവിടെ നമ്മൾ പി ടി എയിൽ ആദ്യമായിട്ട് യോഗം ചേർന്നു. അവിടുത്തെ മാഷ് പറഞ്ഞു, മാഷ് പോകാമായിരുന്നു എന്താണ് സ്കൂളിൽ വിളിച്ച് അഭിപ്രായമുള്ളത്. എല്ലാവരും നല്ല പ്രാർത്ഥിച്ചത് എല്ലാവരും നല്ല രീതിയിൽ പോകും, നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. എല്ലാവരും ചോദിച്ചു കഴിക്കുമ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു, മാഷ ഇവിടെ കുട്ടികളുടെ വരും കാല ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് ഒരു സ്ട്രെങ്ത് ഉണ്ടായിക്കോട്ടെ. ഇല്ലാത്തത് അതാണ് കുട്ടികൾക്ക് സ്ട്രെങ്ത്. ഒരു പ്രകൃതി വകയിലാണ് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. എന്താണ് ഈ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യുന്നത്? സത്യമായി പറയുന്നത് ആ മാഷിക്ക് പറയാൻ അവസരമുണ്ടായി. മാഷ് കുറച്ച് നേരം ആലോചിച്ചു. മാഷ് പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ചെയ്തില്ല. അതിന് സാധ്യ സ്കൂളിൽ സംഘടന മലയാളം കുറച്ച് വിദ്യാഭ്യാസമായ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ പോലും ഒരു കുട്ടികൾക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് വേണ്ടി വരും കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം. ഇവിടെ പല വീടുകളിലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ അനുഭവം നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇത് അവർക്ക് സോഫയിലുള്ള ഫോണുകൾ ആദിത്യ മര്യാദ പോലും കുട്ടികൾ ഞാൻ പൊതുവെ ഒരു കേട്ടത് എഴുന്നേറ്റ് എന്താ കാര്യത്തിലേക്ക് ചോദിക്കില്ല. അവർക്ക് അവരുടെ ലോകത്ത് മാത്രം ഒരു ആദിത്യ മര്യാദ എന്ന് പറയുന്ന സംഭവം, ഒരു വിനയം, ഒരു സ്നേഹത്തോടെ ഒരു പെരുമാറ്റം, അതൊന്നും ഒരു 90% കാണുന്നത്, ഒരു 10% മാത്രമേ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കുടുംബസമേതം മക്കളെ കൊണ്ട് വരാനും അതേപോലെ തന്നെ സംഘടനകൾ കൂടാതെ നല്ല സത്സംഗം ഉണ്ടാകും. ഒരു കുട്ടികൾക്കായാലും വരും തലമുറയായാലും ഒരു നല്ല രീതിയിൽ ഒരു ക്ലോസ് ഉണ്ടാകും. എല്ലാവരും സ്നേഹത്തോടും ബഹുമാനത്തോടൊക്കെ ഭക്തിയോടൊക്കെ ഒരു മാർഗം ഉണ്ടാകുന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എല്ലാവരും നല്ലൊരു അദ്ദേഹത്തിനാട്ടോ അത് നല്ലൊരു പച്ചതല്ല പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പോൾ ദീക്ഷ കിട്ടി, അതിനെക്കുറിച്ച് പറയാം. ദീക്ഷ കിട്ടി വളരെ സമയമായിട്ടുണ്ട്. അപ്പോൾ ദീക്ഷയ്ക്ക് വേണ്ടി ആദ്യം ഒരു ആശ്രയിക്കാൻ പറഞ്ഞു. അതൊരു എനിക്കങ്ങനൊരു ആഗ്രഹം കഴിഞ്ഞിട്ടുള്ളത് ആശ്രയിക്കുക, ദീക്ഷയെടുക്കുക, നമുക്ക് ഇങ്ങനെ ഇതാക്കിയാണ് ബന്ധപ്പെട്ട് പോകാൻ. കാരണം അത്ര അറിവ് എനിക്ക് അത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. സത്യമായിട്ടാണ് ഒരു 9ാം ക്ലാസ് വിദ്യാഭ്യാസം ഇരിക്കണം. അപ്പം അങ്ങനെ ഒരു വിദ്യാഭ്യാസം അത് പഠിച്ച് മനപ്പാടാക്കി ചെല്ല അങ്ങനൊക്കെ ആ ഒരു ഭാവം എനിക്കില്ല. അതുപോലെ പരസ്യമൊക്കെ ചെയ്യാം. അത്ര ആ ഒരു ലാഘവത്തോടെ കണ്ടിരുന്നത്. അപ്പോൾ ഗുലാസിൽ എടുത്തു. അതിനുശേഷം ദീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനാണ് കാലത്ത് നമ്മൾ തന്നു പ്രഭുവും കാര്യങ്ങളി പറഞ്ഞു. നമ്മളുടെ ഒരു മുന്നേറ്റമാണ് നമ്മുടെ ശിഷ്യന്മാരുടെ ആഗ്രഹം. അപ്പം അതിന് വേണ്ടി അവർക്ക് മാക്സിമം വേണ്ടി കഴിഞ്ഞ പ്രയത്നം ചെയ്ത് പറയുന്നു. അപ്പോൾ അങ്ങനെ ദീക്ഷയ്ക്ക് വേണ്ടി സമയം ആയിരം മാർഗ്ഗം ഇപ്പം പറയും. ഞാനോ ഉണ്ടെങ്കിൽ വെച്ചു ശരി വെച്ചു. ഒരു ദിവസം പ്രഭു വിളിച്ച് പറഞ്ഞു, പ്രഭു 2 ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ അതുകൊണ്ട് ഇന്റർവ്യൂ ഇപ്പം നമുക്ക് ഞാൻ 2 ദിവസം ഇരിക്കും. പിന്നെ പ്ലേറ്റ് 50,000 30,000 50,000 രൂപ നോക്കാം. പക്ഷേ പ്രഭു ഞാൻ കാര്യം ചെയ്യരുത്.
അപ്പൊ എന്താ അല്ല എനിക്ക് ഈ മാസം അത് മാസമാവും അത് മാസമാവും അത് ഞാൻ ക്ഷീണ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം പറയാം അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരു പൈസ ഉണ്ടായിരുന്നു ആ സമയം വരുന്നത് അപ്പോൾ എന്ത് ചെയ്തു വാങ്ങിച്ച് പിറ്റേ ദിവസം ഞാൻ പ്രഭു പറഞ്ഞ വാക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഞാൻ ആ പൈസ കൊടുത്തു പ്രഭു എനിക്കറിയില്ല ഒരു പ്രാവശ്യം അത് മാസം അതൊക്കെ വലിയ മാറ്റം വളരെ സിമ്പിൾ മാസം 2 ദിവസം ഞാൻ നമ്മുടെ സ്റ്റാഫിനെ പറഞ്ഞു 2 ദിവസം ആദ്യം വരണം അച്ഛൻ പറഞ്ഞു അപ്പോൾ കുറേ ഇത് പഠിച്ചു കുറേ വായിച്ചു ഇതൊക്കെ നിൽക്കേണ്ടത് രാഹുൽ പഠിച്ച് പുറത്തേക്ക് കഴിയുമ്പോൾ മനസ്സിൽ ആവശ്യമായിരുന്നു ഞാൻ അത് രണ്ടും എന്തെങ്കിലോ ടെൻഷൻ ഇന്റർവ്യൂ ദിവസമായി അതുകൊണ്ട് പലരും പല മാതാപിതാക്കളും പറയാൻ വിളിച്ച് പറയും സിമ്പിളായിട്ടോ അവസാനം ഞാൻ രാജ്യങ്ങളിൽ പ്രഭു ഞാൻ പാസ്സാവും ആ പാസ്സാവല്ലോ വളരെ അന്വേഷിച്ചവർക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്ട്രെങ്ത് പറയാം അത് സിമ്പിളായിട്ട് പാസ്സാവും എനിക്കും അതൊരു വിശ്വാസമില്ല ഞാൻ പാസ്സാവുന്നുള്ളൂ ആ ഒരു ടെൻഷൻ മാതാജിനെ അവർക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ഓൺലൈൻ വരുമ്പോൾ നിങ്ങൾ വെച്ചിട്ടില്ല ഇങ്ങനെ വിളിക്കും ഫോൺ വിളിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിച്ചു ഞാൻ പാസ്സായി ആകെ ഒരു മാസം അത് ഞാൻ സംഭവിക്കില്ല ഞാൻ സംഭവിക്കും അങ്ങനെ താഴ്ത്തി കേട്ടോ ഞാൻ സംഭവിക്കില്ല അത് രണ്ടാമത്തെ തീരുമാനം ഞാൻ സംഭവിക്കില്ല അത് ഏത് രീതിയിലാണ് എടുത്തത് ഞാൻ പറഞ്ഞു ഇതിന് പേര് ധർമ്മക്ഷേത്ര ഗുരുക്ഷേത്ര സഭവേദ ഉത്സവ മാമക പാഠക ചെയ്യുക ഇവ പൂർവ്വത സാക്ഷിക അങ്ങനെ മനസ്സിലേക്ക് വന്നു ഗീതയ്ക്ക് പതിന്റെ ശ്ലോകം ചോദിക്കും ഇത് എന്തായാലും ചോദിക്കും ഇത് ചോദിക്കും ഒക്കെ ഇത് ശ്ലോകം ഒക്കെയാണ് അപ്പം മാതാജി ചോദിക്കുമ്പോൾ വീണ്ടും എന്താ പറയുക അതിന് വേണ്ട നിർദ്ദേശങ്ങൾ വീട്ടിൽ പോലെ പഠിക്കണം അങ്ങനെ ചോദിക്കും പറയുന്നത് ശരിയാക്കിയ പറയുന്നത് ശരിയാക്കിയാൽ പറയുന്നത് ഇവിടെ ശരിയാവണ്ട നമ്മളൊക്കെ പറയുന്നതൊക്കെ നിൽക്കണ്ടേ ഞാൻ വീട്ടിൽ ഞാൻ കോപ്പി കളിച്ചു ഇതൊക്കെ കോപ്പില്ല ഭാഗം ഇതൊക്കെ അവിടെ അമ്മ ചോദിച്ചു കാരണം നമ്മൾ അച്ഛനമ്മേനൊക്കെ നല്ല പറയാൻ പോയിട്ട് നോക്കണം അമ്മ എന്ത് അഭിപ്രായം പറയല്ലേ എന്നാലും ശരിയാണോ ചെറുത് ഇത് ശരിയാണോ ഞാൻ ശരിയാണ് ശരിയല്ല അതെനിക്കറിയാം ഞാൻ പോയിട്ട് സാമൂഹിക ഫോട്ടോ പോയിട്ട് സാഷ്ടാംഗം വിളിച്ചു ഞാൻ പോയി ഞാൻ എനിക്കെന്താ ഒരു മതമൊന്നും പറ്റില്ല ഇതിന് എന്ത് തെറ്റുകൊണ്ടായിരിക്കും പക്ഷെ ഗുരുമാരാജന്റെ ഈശ്വരത്ത് കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യാം ഇതിനു വേണ്ടി എന്ത് കണ്ടുകഴിഞ്ഞാൽ ചെയ്യും ഉറപ്പാണ് ഇത് എന്ത് തെറ്റുകൊണ്ടാലും ഞാനത് തെറ്റുന്നോ ഗുരുക്കന്മാരെ ആ ഒരു ഒറ്റ തീരുമാനമാണ് അപ്പോൾ ഞാൻ ഇവരോട് കൂടെ സേതമ്മ ശീല മക്കള് കൃഷ്ണി എല്ലാവരും ഒരു ഗാലറിയിൽ പോയിട്ടുണ്ടാവും എന്താവും നടക്കണം ഒരു ഗാലറിയിൽ പോയിട്ടുണ്ടാവും മാതാജി പറഞ്ഞൊരു അറിയില്ല പൂർണ്ണ ദൈവം ഞാൻ ഇങ്ങനെ കയ്യിൽ സറണ്ടർ ചെയ്തിട്ട് അന്നെ കണ്ടപ്പോൾ ഞാൻ അത് മനസ്സിലായി
സത്യം പറയാലോ ഫുൾ ഹാൻഡ് ഇവിടെ ഫുൾ ഹാൻഡ് ഒന്നും അറിയില്ല എപ്പോഴും പോകാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രഭുവിനെ അറിയുന്ന കാര്യം അറിയാൻ അത് കഴിഞ്ഞ് ഞാൻ മാതാജി ചോദിച്ചാൽ 80% സത്യം പറയണം അതെനിക്ക് അവിടെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഞാൻ കോപ്പടിക്കാൻ വെച്ച ചോദ്യങ്ങളോ ഒന്നും ചോദിച്ചില്ല കോപ്പടിക്കാൻ വെച്ച ചോദ്യങ്ങളോ ഒന്നും ആ മാതിരി ചോദിച്ചില്ല ശരിക്കും ഞാനിങ്ങനെ നമ്മളെ നോക്കേണ്ടത് നമ്മളെ ഭഗവാൻ നോക്കേണ്ടത് കോപ്പടിച്ച് ഞാൻ ദേഷ്യം എപ്പോഴും എൻ്റെ മനസ്സിലാക്കണം എനിക്കത് ആഘാതപ്പെടാതെ ഞാൻ കിട്ടിയതാണ് ഒരു തോന്നല ജീവിതത്തിലുടനീളം അവിടെയാണ് ആ ഗുരുവിൻ്റെ കണക്ഷൻ കോപ്പടിക്കാൻ സംഭവിച്ചില്ല കണ്ടില്ലേ കോപ്പടിക്കാൻ സംഭവിച്ചില്ല ഇത് സംഭവിച്ചു അത് ചോദിച്ചില്ല കുറെ കാര്യങ്ങൾ ഒന്നും ചോദിച്ചില്ല അതിനുണ്ടാകുന്ന വിഷയം ഗുരുമന്ത്രം ചോദിച്ചു അതില്ലേ അവിടെ നിങ്ങൾ ഗുരുമന്ത്രം പ്രസാദമന്ത്രം ഇതൊക്കെ ആഗ്രഹിക്കാൻ കുറച്ച് കാര്യങ്ങൾ അത് മാത്രം ചോദിച്ചു പിന്നെ മാതാവിനും ക്ലാസ് കുറെ കാര്യം ചോദിച്ചു അതുകൊണ്ടുള്ള ആരും പേടിക്കണം എൻ്റെ അടുത്ത് ദേഷ്യം എനിക്ക് ദേഷ്യം എനിക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉറപ്പില്ല അതുപോലെ ധൈര്യമായിട്ട് അതിനെ ദേഷ്യപ്പെടും ക്ലാസ്സിന് വരുമ്പോൾ ദേഷ്യപ്പെട്ടു ക്ലാസ്സിൽ കാര്യം പറഞ്ഞു ചോദിച്ചു അപ്പൊ എല്ലാവരും ക്ലാസ്സിന് സുഖമായിട്ട് വരാൻ അതിന് ദേഷ്യം ഉറപ്പായിട്ട് നമ്മൾ ഭഗവാൻ നമ്മളെ അപ്പോൾ പരീക്ഷ നിർത്തിയില്ല പരീക്ഷ പിന്നെയുണ്ട് അപ്പോൾ ഭഗവാൻ ചെയ്തു ദീക്ഷ അത് കഴിഞ്ഞ് അപ്പോൾ ദീക്ഷ ശനിയാഴ്ചയാണ് പിന്നത്തെ ആഴ്ചയാണ് പോകുന്നത് അല്ല ഇന്റർവ്യൂ കഴിഞ്ഞത് ശനിയാഴ്ചയാണ് പിന്നത്തെ ആഴ്ച പോകുന്നത് പിന്നത്തെ ആഴ്ച പോകുന്നതിന് മുമ്പ് 2 ദിവസം കഴിയുമ്പോൾ അമ്പലത്തിൽ ചെയ്തു അമ്മ ഇത് നോക്കി നല്ല കാണിക്കുന്നു ബോധം നഷ്ടപ്പെട്ടു വേഗം തന്നെ വണ്ടി വിളിച്ചു ആംബുലൻസ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ സാഹചര്യം എത്രയും പെട്ടെങ്കിലും കൊണ്ടുപോകണം ബി പി ഭയങ്കര വിഷയങ്ങളും ഭയങ്കര കൊണ്ടുപോയി വേഗം തന്നെ ആംബുലൻസ് വേഗം പോയി ഹോസ്പിറ്റലിൽ മാതാവിനെ വിളിച്ചു മാതാജി ഇങ്ങനെ അമ്മേനെ കൊണ്ട് അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചോ എൻ്റെ വേണ്ടിയിട്ട് അമ്മയ്ക്ക് പരീക്ഷിക്കാൻ പോലെ അപ്പോൾ മാതാജി ആകെ പറയുന്നത് ഞാൻ വിളിച്ചത് എനിക്കറിയാം മാതാജി ഫേസ് ആണ് എനിക്കറിയാം മാതാജി ആകെ പ്രഭു കുഴപ്പമുണ്ടാവില്ല ഇത് കുഴപ്പമുണ്ടാവില്ല അവിടെ ചെന്നു അമ്മയ്ക്ക് എല്ലാ ടെസ്റ്റ് ചെയ്തു എല്ലാ ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് ചെറുതായിട്ട് നീര് കിട്ടിയതാണ് അപ്പോൾ 2 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പോകാം അപ്പോൾ ദിവസം പോകും ഇത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച പറയുന്നത് വെള്ളിയാഴ്ച ഡോക്ടറിന് ഈ കാര്യം പറയുന്നത് അപ്പം അമ്മ ഹോസ്പിറ്റലിൽ പോയി അമ്മ എനിക്ക് പോയി കുഴപ്പമില്ല അപ്പോൾ എനിക്ക് പോകാൻ തന്നെയാണ് തിരിച്ചില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോകുമ്പോൾ ദീക്ഷ വന്നു മന്ത്രം വന്നു അത് ജപമാല വന്നു അങ്ങനെ നമുക്ക് സന്തോഷകരമായി പോകുന്നു അപ്പോൾ അവിടെ നിന്നും പോകാൻ തന്നെ എനിക്ക് 50,000 ചെലവുണ്ട് അത് ഇതാണ് മനസ്സിലാക്കും പരിശീലനം അപ്പോൾ അതുപോലെ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന സമയമായിട്ട് ബിസിനസ്സായിട്ട് കുറച്ച് അല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ട്രെയിൻ മിസ്സായി അത് പ്രതീക്ഷണായിരുന്നു
നമ്മളവിടെ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന ട്രെയിൻ നമുക്ക് ഇനി അവിടെ അങ്ങോട്ട് വേറെ ട്രെയിൻ ഇല്ല, വേറെ ട്രെയിൻ ഇല്ല. എന്ത് ചെയ്യും? കാരണം ഇഷ്ടമാണ്. വളരെ കൂടുതലായിട്ട് ഞാൻ ക്ഷീണം എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നത്? സുഖമായിട്ട് പോവാം. എങ്ങനെ ഒന്നും ഒരു കാര്യം മാറില്ല. എങ്ങനെ ഒരു 4 സമയം അടുത്ത ഞായറാഴ്ച പൈസ കൊടുക്കുന്നത് കിട്ടുകയും എത്ര വേണം? 50,000 50,000 വേണം. അപ്പോൾ ടെൻഷൻ ചെയ്യാൻ ക്ഷീണം പറഞ്ഞാൽ ഇത്ര നല്ല കാര്യം വന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ 50,000 രൂപ 1 കോടി രൂപയുടെ സാധനം കിട്ടിയിട്ട് 50,000 ടെൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഇല്ലേ? അതിന് കുഴപ്പമില്ല, കുട്ടിക്ക് സമ്മതിക്കാം. അതൊരു ബാക്കി അതെടുത്ത് വെക്കാം, അതെടുത്ത് വെക്കുന്ന സുഖമായിട്ട് വായിക്കണം. അതെടുത്ത് വായിക്കാം. ആ പൈസ ഒരാഴ്ച കൊണ്ട് കഴിച്ചു. ഈ പൈസ ഒക്കെ നമുക്ക് ഒരാഴ്ച കഴിച്ചു. അതാണ് കൃഷ്ണബോധം. നമ്മൾ കുടുംബജീവിതത്തിൽ നമ്മൾ ഈ ബോധം ഉണ്ടായിരിക്കും. വെറുതെ ടെൻഷൻ അടിച്ച് ഇരിക്കാതെ വളരെ കൂളായിട്ട് നമ്മളതിനെ ജീവിക്കും. ജീവിതത്തിൽ ഞാൻ പേര് പോകുന്ന തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ സന്തോഷകരമായ കാര്യങ്ങളുണ്ടായി. എൻ്റെ ജീവിതത്തിൽ പല ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സംസാരിക്കട്ടോ. എൻ്റെ അച്ഛൻ ഒരു 9 വർഷമുള്ള അച്ഛൻ മരിച്ചിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛന് ഒരു 10 പറയാൻ പറ്റുന്നില്ല. എന്നും നിവേദിച്ചാൽ പ്രസാദം കൊടുക്കും. അച്ഛൻ എന്നും നിവേദിച്ചാൽ പ്രസാദം അച്ഛൻ കൊടുക്കും. അപ്പോൾ അച്ഛൻ കൊടുക്കും. അപ്പം അച്ഛൻ അത് കഴിച്ചു. അച്ഛനാൾക്ക് എടുക്കുന്ന സമയം ഒരു 2-3 ദിവസം അച്ഛനാൾക്ക് എടുത്തിട്ട് കൊടുക്കും. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും അച്ഛൻ എടുപ്പ് പോലുന്നതല്ല. അച്ഛനൊക്കെ ഞങ്ങളെ കൂടി സപ്പോർട്ടുള്ള അച്ഛൻ ചെയ്യും. പക്ഷേ അച്ഛൻ മരിക്കണമെന്ന് ഞാൻ ലഘുബഹുമാനം എനിക്ക് ചെയ്യുന്നത് ഞാൻ അതിലോട്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോൾ സിനിമ അച്ഛൻ തീരെ വരിക. എന്നാൽ എനിക്ക് ലഘുബഹുമാനം എനിക്ക് ചെയ്തതാണ്. അച്ഛൻ തീരെ വരിക. അച്ഛൻ്റെ അവസ്ഥ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ലഘുബഹുമാനം കുറച്ച് പൊയ്ക്കാനും അങ്ങനെ ലഘുബഹുമാനം ചെയ്ത് പോയി പഠിക്കാൻ മാതാവിൻ്റെ ഫ്ലൈറ്റ് കയറി മാതാജി പായസം നോക്കി അച്ഛനും മാല തന്നു. അങ്ങനെ അതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനും വീട്ടിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു. എല്ലാ വർഷവും കുടി തുടങ്ങും. വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ അച്ഛൻ്റെ സ്റ്റേജ് ആണ് മാറി. അന്നേ ദിവസം വൈകിട്ട് 7 മണിയായപ്പോൾ അച്ഛൻ്റെ സ്റ്റേജ് ആണ് മാറി. പക്ഷേ ഇത് പറഞ്ഞു അച്ഛൻ നേരം പറഞ്ഞ ഞാൻ അച്ഛൻ്റെ സ്റ്റേജാണ് വിളിച്ചു. ഞാൻ ഡോക്ടറെ വിളിച്ചാണ് ഞാൻ പ്രഭുവിനെ വിളിച്ചില്ല. പ്രഭു എന്താ ചെയ്യുക? അച്ഛൻ 6 ദിവസത്തിലാണ് ഇത് മരണത്തിൻ്റെ ഒരു അവസ്ഥ തോന്നുമ്പോൾ ഒന്നും പറയണ്ട. അച്ഛൻ്റെ ശരീരത്തിൽ ഹരിനാമം ഉച്ചത്തിൽ എത്രയോ ഉറക്കാൻ ജനിച്ചത് അത്ര ഉറപ്പിച്ചു. ഒരു 9 മണിക്കൂർ നേരം ഞാൻ ഒരുമിച്ചിരിക്കും. ഞാൻ അച്ഛൻ്റെ ചെയ്തിട്ട് ഞാൻ അവസാനം അവരിങ്ങനെ അല്ലാതെ ഇങ്ങനെ നമ്മളെ കൈ പോയിട്ടുള്ള അവസ്ഥ അതെനിക്ക് മനസ്സിലാക്കി തെളിവുണ്ട്. ആ സമയത്ത് അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ വായിൻ്റെ നമ്മളെ പറഞ്ഞു നമ്മൾ ചിരിക്കണമെങ്കിൽ ചിരിച്ചിട്ട് കണ്ടു. അങ്ങനെയാണ് അച്ഛൻ്റെ പറഞ്ഞു. അത് അച്ഛൻ വിളിച്ചപ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്നത് എല്ലാവരും പറഞ്ഞു ഇതൊരു മരണ വീടാണ്. ഇത് മരണ വീടാണെന്ന് അതിൻ്റെ അമ്മ ഈ നിമിഷം വരെ അച്ഛൻ വിളിച്ചത് എല്ലാവരും അച്ഛനെ അത്രയും ക്ലോസാണ്. അമ്മ ഈ സമയമാണ് അച്ഛൻ മരിച്ചത് അമ്മ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു പവറാണ് നമുക്ക് സ്ഥലത്ത് കിട്ടിയത്. അത് അമ്മയ്ക്ക് പോലും കിട്ടി. അമ്മ സ്ഥലത്ത് വന്നിട്ടില്ലേ. എന്നാലും ആ ഹരിനാമജപത്തിൻ്റെ പവർ കൊണ്ട് അമ്മയ്ക്ക് പോലും ആ സ്ട്രെങ്ത് കിട്ടി. ജീവിതത്തിൽ അതല്ല വേണം. നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് നേരിടാനുള്ള വിൽ പവർ അത് നമുക്ക്
അപ്പോൾ പിറ്റേ ദിവസം അച്ഛൻ വിളിച്ചു. പിറ്റേ ദിവസം അമ്മ എന്ന് പറയാൻ പക്ഷേ ഈ സൽസന്ധി പോലെ മരിച്ചത് പിറ്റേ ദിവസം ഞാൻ കേൾക്കാൻ സംശയമില്ല. ഇനിയിപ്പോൾ ഈ വാങ്ങാനിപ്പോൾ സമയത്ത് ഈ സ്ഥലത്ത് ഞാൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചു അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വീട്ടിൽ സപ്പോർട്ട് ഈ സ്ഥലത്ത് നമുക്ക് താഴ്ന്നു പോകാൻ നമ്മൾ സംഭവിച്ചില്ല. എന്നാൽ ഭഗവാനെ സ്കെച്ച് ഭഗവാനെ ചെയ്തിട്ടില്ലേ ആ ഒരു ചെയ്തത് നമ്മൾ ഭഗവാൻ നമ്മളെ ചേർത്ത് അത് അനുഭവിച്ചിട്ടില്ല. പല രീതിയിൽ അനുഭവിച്ചിട്ടില്ല. ഭഗവാൻ നമ്മളെ ചേർത്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ കണ്ടിട്ട് പോലും ഭഗവാൻ കണ്ടിട്ടില്ല. ഇത്രയും നമുക്ക് അനുഭവം ഭഗവാൻ ചെയ്യാൻ എന്ത് ക്വാളിറ്റി ഞാൻ ചെയ്തത്, എന്ത് ക്വാളിറ്റി ഞാൻ ചെയ്തത് ഞാൻ അനുഭവിച്ച് നോക്കിയാൽ ഞാൻ ഒരുമായിട്ട് നായകന് പാട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് കാരണം നമുക്ക് ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനായിട്ട് പാടുകൊള്ളാൻ പറ്റുള്ളൂ. വേറെ മറ്റുള്ളവർക്ക് പാടുകൊണ്ട് ഞാൻ പാവായിട്ട് പാടില്ലേ. ഭക്തന്മാർക്ക് പാടുകൊള്ളാൻ പാടുകൊള്ളാൻ നമ്മൾ പാടുകൊള്ളാം ഭഗവാനായിട്ട്. അപ്പോൾ അത് ആ പോസിബിൾ ആവുമല്ലേ, ഭഗവാനായിട്ട് പോസിബിൾ ആവുമല്ലേ. അതൊന്നും ഗുരുക്കന്മാരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് ശരിയാണെന്ന് തന്നെ അതൊക്കെ എങ്ങനെ അറിയില്ല. എന്താ അഭിപ്രായം അങ്ങനെ ചെറിയൊരു അഭിപ്രായമാണ്. ഗുരുക്കന്മാരെ സംബന്ധിച്ചപ്പോൾ അത് അനുഭവിച്ചത് പല രീതിയിൽ അനുഭവിച്ചത്. വെറും 20 പേരുണ്ടായ ദാമോദരാണെങ്കിൽ ഈ ഭാഷ 100 പേരുണ്ട്. ദണ്ഡമെടുക്കണം അല്ല, ദണ്ഡമെടുക്കല്ല. ഇതൊക്കെ ഭഗവാൻ തീരുമാനിക്കും. നമ്മുടെ ഗുരുക്കന്മാരെ തീരുമാനിക്കും. ചെയ്യുക അന്നത് പ്രഭു പറയും. അതെന്താ പ്രഭു ക്ഷമിക്കും. ഭഗവാൻ ക്ഷമിക്കാം. അപ്പോൾ പ്രഭു പറയുന്നത് ചെയ്യുക. കണ്ണൂർ ചെയ്യും. 500 പേർക്ക് ശ്രീക്ഷണിക്ക് ചിലപ്പോൾ സമയം എന്താ എന്നെ ചെയ്യുന്നത്, എന്താ എന്നെ ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമോ? ശരിയാവുമ്പോൾ ശരിയാവുമ്പോൾ അതന്ന് ചെയ്യും. അതാണ് കണ്ണുകൊണ്ട് ചെയ്യുന്നത്. എന്താണെന്ന് ഞാൻ ഒരു വീട്ടിൽ ചമ്മന്തി ഒരാൾക്കില്ല. ചമ്മന്തി ഒരാൾക്ക് എന്നിട്ട് ഫുഡുണ്ടാക്കി ഫുഡ് വിളമ്പിച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കൊണ്ടുവരാൻ വെച്ചാൽ മാത്രം ഞാൻ കഴിക്കുള്ളൂ. കൊണ്ടുവരാൻ പോലെ ഞാൻ എടുത്തില്ലേ. ആ ആളുകൾ ഇത്ര പേർക്ക് ആ പ്രസവം കഴിക്കും. തന്നെ കൊടുക്കാം. അതൊക്കെ ആ ഗുരുക്കന്മാരും കൈമാറുന്നത് മനസ്സിലാക്കുന്നത്. എല്ലാവരും അനുഗ്രഹം എന്തായാലും ഇതിലൊരു ഇതിലൊരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കാൻ സാധിച്ചത് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ ഇന്ത്യയിലൊക്കെ തെറ്റുപറ്റി കൊടുക്കണം. ഇതൊക്കെ ഗുരുമഹാരാജൻ്റെ വാക്കുകളായിട്ട് മാറണം. എൻ്റെ വാക്കുകളല്ല, എന്ത് തെറ്റുണ്ടെങ്കിലും കൊടുക്കണം. എല്ലാം ഗുരുമഹാരാജന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.